ഇന്നലെ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു തരത്തിലുള്ള പനിയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വോയിസ് ചെയ്യാൻ പറ്റാഞ്ഞത്. വോയിസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 50. എല്ലാ വർഷവും പതിവുള്ളതാണെങ്കിലും ചുമ്മുവിൻ്റെ പിറന്നാൾ ആഘോഷം മേലിടത്തെ വീട്ടിലെ ആഘോഷമാണ്. നാരായണിയമ്മയും മക്കളും മരുമക്കളും അവരുടെ കൊച്ചുമക്കളും എല്ലാവരും കൂടിയുള്ളൊരാഘോഷം. തറവാട്ടിലെ ആകെയുള്ളൊരു പെൺതരി ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഓഫീസിലുള്ള എല്ലാവർക്കും മേലിടത്തെ വകയാണ് ഉച്ചയൂണ്. അവളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഉച്ചയ്ക്ക് 4 കൂട്ടം പായസം വെച്ചുള്ള സദ്യ ഉണ്ടാവും. ഉച്ചയൂണിന് ശേഷം മാത്രമേ മക്കളെ പോലും നാരായണിയമ്മ സ്വന്തം ഓഫീസിലേക്ക് വിടാറുള്ളൂ എന്നത് മറ്റൊരു സത്യം. ഇനി കേക്ക് കട്ടിയതോ ചുമ്മുവേ? ഇരുട്ടിൽ ജ്വലിച്ചു നിൽക്കുന്ന മെഴുകുതിരി ഊതിക്കെടുത്തിയതും ദേവരാജൻ ഹാളിലെ ലൈറ്റുകളെല്ലാം തെളിയിച്ചു വെച്ചു. നിറപുഞ്ചിരിയോടെ പെണ്ണ് ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ പിറന്നാൾ ആശംസാഗാനം മേലേടത്തെ വീട്ടിൽ ഉച്ചത്തി മുഴങ്ങിയിരുന്നു. മുറിച്ച കേക്കിൻ്റെ ആദ്യത്തെ കഷ്ണം ചുമ്മു കയ്യിലെടുത്തതും പങ്കുവിൻ്റെ ചുണ്ടിൽ ഒരു കുസൃതിച്ചിരി വിരിഞ്ഞു. കാരണം ആദ്യത്തെ പീസ് തനിക്കാണെന്നുള്ള കാര്യം അവൻ അറിയാമായിരുന്നു. പതിവ് പോലെ തന്നെ അവൻ്റെ വായിലേക്ക് തന്നെയാണ് പെണ്ണത് വെച്ചു കൊടുത്തതും. ജനിച്ചപ്പോൾ തൊട്ട് കാലാകാലങ്ങളായി തുടരുന്ന ഒരാചാരം ആയതിനാൽ തന്നെ കൂടി നിന്നവർക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയതുമില്ല. പങ്കുവും അവളുടെ നാവിൽ തിരികെ മധുരം പകർന്നു കൊടുത്തു. ശേഷം പെണ്ണിൻ്റെ മുഖം മുഴുവനും ക്രീം തേച്ചു പിടിപ്പിച്ചു. ഉള്ളിലവനെ വിളിച്ചുവെങ്കിലും പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ ചുമ്മാ അവളുടെ കലിപ്പ് സ്വയം നിയന്ത്രിച്ച് കടിച്ചു പിടിച്ചു. പിന്നീട് അങ്ങോട്ട് എല്ലാവരുടെയും ഓഴമായിരുന്നു. ഓരോരുത്തർ ചെന്ന് അവൾക്ക് കേക്ക് കൊടുക്കുകയും ഓരോ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. എല്ലാം വളരെ വില കൂടിയതും മേലിടത്തെ പ്രതാപത്തിന് ഒത്തിണങ്ങിയതുമായ ഉപഹാരങ്ങൾ. പക്ഷേ പതിവിന് വിപരീതമായി നാരായണിയമ്മ അവൾക്കന്ന് നൽകിയത് കാലാകാലങ്ങളായി അവൾക്ക് കൈമാറി കിട്ടിയ ഒരു വജ്രക്കല്ല് മൂക്കുത്തിയാണ്. അത് കണ്ടപ്പോൾ ചുമ്മുവിൻ്റെ കണ്ണുകൾ കൗതുകത്താൽ ഒന്ന് വിടർന്നു. മൂക്കു കുത്താനുള്ള താല്പര്യം ഇല്ലാതിരുന്നെങ്കിലും അവളത് അനിഷ്ടമൊന്നും കാട്ടാതെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിപ്പിടിച്ചു. എന്നെങ്കിലും മൂക്ക് കുത്തണമെന്ന് തോന്നുമ്പോൾ എൻ്റെ കുട്ടി ഇതിടണം കേട്ടോ. അമ്പൂറ്റിയമ്മയുടെ ഒരാഗ്രഹം അത്. അവരാ പെണ്ണിൻ്റെ നെറുകയിൽ തഴുകിക്കൊണ്ട് അറിയിച്ചു. വെറുതെയെങ്കിലും അവൾ തലയാട്ടി സമ്മതം മൂളി. കസിൻസ് എല്ലാം അവൾക്ക് ഓരോ സമ്മാനങ്ങൾ നൽകിയപ്പോൾ നേരത്തെ തന്നെ കൊടുത്തത് കൊണ്ടാവാം മാധവ് മാത്രം ഇത്തിരി പിന്നിലേക്ക് നീങ്ങി നിന്നത്. കണ്ണാ, നീ ഒന്നും കൊടുക്കുന്നില്ലേ? അശ്വിൻ അവൻ്റെ അരികിൽ ചെന്ന് നിന്ന് രഹസ്യം പോലെ ചോദിച്ചതും മാധവിൻ്റെ കണ്ണുകൾ ചുമ്മുവിൻ്റെ കാലിൽ കിടക്കുന്ന പാദസരത്തിലേക്കാണ് അറിയാതെ നീണ്ടു ചെന്നത്. കറുപ്പും സ്വർണവും മുത്തുകൾ ഇഴ ചേർന്ന് കൊരുത്ത ഒരു സ്വർണ്ണ പാദസരം അവളുടെ വെളുത്ത തുടുത്ത കാൽപാദത്തിൽ ചുറ്റിക്കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണെന്ന് അവനപ്പോൾ ഓർത്തു. കൊടുത്തു. ഗൗരവത്തോടെയെങ്കിലും കണ്ണൻ്റെ ശബ്ദത്തിൽ പ്രണയം കലർന്നിരുന്നു. എന്ത്? അശ്വിൻ ആകാംക്ഷയോടെ തിരക്കി. ഒരു പാദസരം അച്ചുവേട്ടാ. കണ്ണൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അശ്വിൻ്റെ നോട്ടവും അവളുടെ കാലുകളിലേക്ക് ചെന്നു പായിച്ചത്. നന്നായിട്ടുണ്ട് കണ്ണ. നീ ഒറ്റയ്ക്കാ പോയി എടുത്തേ? 3/4 ഫ്രോക്കാണ് പെണ്ണിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചുമ്മുവിൻ്റെ കാലിൽ കിടന്ന ആ സ്വർണ്ണ പാദസരം അശ്വിൻ വളരെ വ്യക്തമായി കണ്ടു. അതിന് കണ്ണൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവനെ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു കാട്ടി. പിന്നെയും കുറേ നേരം കൂടി കഴിഞ്ഞപ്പോഴാണ് മേലിടത്തെ വീട്ടിലെ ബഹളങ്ങളൊക്കെ ഒന്ന് നിലച്ചത്. എല്ലാവരും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോയപ്പോഴേക്കും മണി രാത്രി 1:30 കഴിഞ്ഞിരുന്നു. അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കട്ടിലിലേക്ക് വീണപ്പോഴാണ് ചുമ്മാ പൊടുന്നനെ എന്തോ ആലോചിച്ചതുപോലെ തൊട്ടരികിൽ കിടക്കുന്ന പങ്കുവിനെ തട്ടി വിളിച്ചത്. എടാ! പെണ്ണവന് നേർക്ക് തിരിഞ്ഞു കിടന്നു. എന്താടി? ഉറങ്ങുവാൻ എന്നവണ്ണം വലത്തെ കൈ മടക്കി കണ്ണിന് മുകളിൽ വെച്ചുകൊണ്ട് കിടന്നവൻ ചുമ്മുവിൻ്റെ വിളിയിൽ കൈപൊക്കി മാറ്റി അവളെ ഉറ്റുനോക്കി. എന്താണെന്ന് നിനക്കറിയില്ലേ? പെണ്ണിൻ്റെ മുഖത്ത് ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ കൂടിക്കലർന്ന ഭാവം. ഹാ, ഇതായിപ്പോൾ നന്നായി. ഉറങ്ങാൻ കിടന്ന് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചാൽ ഞാനെന്താടി പറയാ? അവൻ്റെ കണ്ണുകളിൽ ഉറക്കച്ചടവ് നിറഞ്ഞു നിന്നിരുന്നു. നിനക്കറിയില്ല അല്ലേടാ? ദേ പങ്കു, നീ വെറുതെ പൊട്ടം കളിക്കരുത് കേട്ടോ. അവൾ അവൻ്റെ ദേഹത്തേക്ക് കയറിയിരുന്ന് ചെക്കൻ്റെ കഴുത്തിൽ പിടിച്ചു. എടീ സാമേ, ഇങ്ങനെ പിടിച്ച് ഞെക്കിയ ഞാൻ ഇല്ലാതായി പോവടി.
അവൻ ചുമ്മുവിൻ്റെ കൈകൾ വിടുവിക്കുവാനായി ശ്രമിച്ചെങ്കിലും ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെയുള്ള പെണ്ണിൻ്റെ പിടുത്തം അഴിക്കുവാൻ അവനെ കൊണ്ട് സാധിച്ചില്ല എന്ന് വേണം പറയാൻ. പോട്ടെ, ഇല്ലതായി പോട്ടെ, എനിക്ക് പിറന്നാൾ സമ്മാനം നന്നായിരുന്ന നീ ഇല്ലതായി പോയാലും കുഴപ്പമില്ല. അവനിൽ ഒന്നും കൂടി മുറുക്കി പിടിച്ച് ചുമ്മു. അയ്യോടി ചക്കരെ, ഒരു ഗിഫ്റ്റിനു വേണ്ടിയാണോടി മഹാബാബി നീ എന്നെ കുത്തിപ്പിടിച്ചത്? നിന്നോട് ദൈവം ചോദിക്കൂടി. അവൻ പൊടുന്നനെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് വയറിന് മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നവളെ എടുത്ത് മടിയിലേക്ക് കയറ്റി വെച്ചു. ഇതിനിടയിൽ ചുമ്മുവിൻ്റെ പിടുത്തം അയഞ്ഞതിനാൽ അവളുടെ കൈ പിടിച്ചവൻ മാറ്റുകയും ചെയ്തിരുന്നു. അതേടാ, ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി ഈ ഒരു വർഷം മുഴുവൻ ഞാൻ കാത്തിരുന്നതെന്ന് എന്നെ പോലെ തന്നെ നിനക്കും അറിയാലോ. പിന്നെന്തിനാ മോനെ ഇങ്ങനൊരു ചാട? മര്യാദയ്ക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇങ്ങ് തരാൻ നോക്ക്. വലത്തെ കൈയിലെ ചൂണ്ടുവിരലും നടുവിരലും ഒരുപോലെ കാട്ടിക്കൊണ്ട് കുത്തിത്തരുമെന്നവൾ ആംഗ്യം കാട്ടി. ഇപ്പോൾ തന്നെ വേണമെന്നുണ്ടോടി? നാളെ തന്നാൽ പോരെ നിനക്ക്? അവൻ്റെ മുഖം ദയനീയമായി. അതെന്താ, നിനക്കിപ്പോൾ എനിക്ക് തന്നാൽ? പെണ്ണിന് വാശിയേറി. ഇപ്പോൾ തരാതെൻ്റെ കയ്യിലില്ല, അതന്നെ കാരണം. അവൻ 2 കണ്ണുകൾ അവൾക്ക് നേരെ ചിമ്മിക്കാട്ടി. ഓഹോ, അപ്പോൾ എൻ്റെ പിറന്നാൾ സമ്മാനം ഇതുവരെ നീ വാങ്ങിയില്ലല്ലേ? നടക്കട്ടെ നടക്കട്ടെ. കഴിഞ്ഞ 24 വർഷവും എനിക്ക് ആദ്യം ഗിഫ്റ്റ് തരുന്നവൻ നീയായിരുന്നു. ഇങ്ങനൊന്ന് ആദ്യമായിട്ടാ. അത്രയും നേരം അവന് നേർക്ക് ചാടിക്കൊണ്ടിരുന്നവളുടെ ശബ്ദം അത് പറയുമ്പോൾ വളരെ നേർത്തിരുന്നു. അത് വാങ്ങിച്ചിട്ടില്ലടി ഇതുവരെ. വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്തവണ എല്ലാ പ്രാവശ്യത്തെയും പോലല്ല. നിൻ്റെ അനുവാദം കിട്ടിയാൽ മാത്രമേ ആ ഗിഫ്റ്റ് നിനക്കായി സമ്മാനിക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അവളുടെ മൂക്കിൻ മുമ്പിൽ തൻ്റെ മൂക്കിട്ടിരുട്ടി ചെക്കൻ. അതെന്ത് ഗിഫ്റ്റാ ചെക്ക? അവളുടെ മുഖത്തെ കൗതുകത്തിന് ലേശം തീവ്രത കൂടി. അതൊക്കെ നാളെ വാങ്ങിത്തരാം. ഇപ്പം എൻ്റെ പിറന്നാൾ കാര്യം മര്യാദയ്ക്ക് കടന്നുറങ്ങാൻ നോക്ക്. പങ്കു അവളെ ശ്രദ്ധയോടെ മറിച്ച് അപ്പുറത്തേക്കിട്ടു. നീ ശരിക്കും പറയില്ലെന്നാണോ? സമ്മാനം എന്താണെന്നറിയാനുള്ള തീഷ്ണത കൊണ്ട് അവൾ ഒരു വട്ടം കൂടി ചോദിച്ചു നോക്കി. ഇപ്പോൾ പറയില്ല, നാളെ നേരിട്ടങ്ങ് തന്നേക്കാം. ചുമ്മുവിൻ്റെ ദേഹത്തേക്ക് തൻ്റെ വലതുകാല് എടുത്തു കയറ്റി വെച്ചവൻ. നീ പോടാ. പരിഭവത്തോടെ അവനെ നോക്കി ചുണ്ടുകൂട്ടിയിട്ട് പങ്കുവിൻ്റെ കാലുകൾ തട്ടിയെറിഞ്ഞു കളഞ്ഞു. ശേഷം അവനിൽ നിന്നും തിരിഞ്ഞ് കണ്ണുകൾ അടച്ചു കിടന്നു. പോടി. അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ കണ്ണുകൾ പൂട്ടി. എന്നും അവൻ്റെ കയ്യിൽ നിന്ന് ആദ്യം ഗിഫ്റ്റ് കിട്ടുന്നേ. എന്നിട്ട് ചെയ്തത് കണ്ടോ? ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടം നോക്കി നാളെ വാങ്ങിച്ചു തരാനായിരിക്കും ആശാൻ്റെ പ്ലാൻ. ഇങ്ങനൊരു പൊട്ടാൻ. ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുന്നിടം വരെ പെണ്ണിൻ്റെ ചുണ്ടുകൾ അവനെ വഴക്കു പറയുന്നതിൻ്റെ തിരക്കിലായിരുന്നു. കണ്ണാ, നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോകണുണ്ടോ? പ്രാതൽ കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് നാരായണിയമ്മയുടെ ചോദ്യം അവൻ കേട്ടിരുന്നു. പോണം. ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ അവൻ ഉത്തരം നൽകി. ആ, ഊണിൻ്റെ സമയമാകുമ്പോഴേക്കും ഒന്ന് എത്താൻ നോക്കുക കേട്ടോ. അവനവനോട് നിർദ്ദേശിച്ചു. നോക്കാം അച്ചമ്മേ. കണ്ണൻ മറ്റൊന്നും പറഞ്ഞില്ല. കാരണം പോലീസ് ഡ്യൂട്ടിയാണ്. എപ്പോൾ എന്താ എന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല. വരുമ്പോൾ വരാം എന്നല്ലാതെ വീട്ടുകാരോടൊപ്പം ഇത്തിരി സമയം ചിലവാക്കണമെന്ന് ആഗ്രഹം തോന്നിയാലും അതിനുള്ള സാഹചര്യം പലപ്പോഴും ഒത്തുകിട്ടാറില്ല. മോനെ മതിയാക്കിയോ? അവൻ കഴിച്ച് എഴുന്നേൽക്കുന്നത് കണ്ടുകൊണ്ടാണ് മായ അങ്ങോട്ടേക്ക് ചെന്നത്. മതിയമ്മേ, സ്റ്റേഷനിൽ ചെന്നിട്ടൊരു അത്യാവശ്യമുണ്ട്, പെട്ടെന്ന് പോകണം. അവൻ കൈ കഴുകിയതിന് ശേഷം അമ്മയുടെ സാരിത്തുമ്പിൽ നനഞ്ഞ കൈ തുടച്ചു. അതെ, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. കല്യാണമൊക്കെ ഇങ്ങനെ അടുത്തു. നീ അവളും എപ്പോഴും ഇങ്ങനെ ധ്രുവത്തിലും ഇങ്ങനെ ധ്രുവത്തിലും വാ. കുറച്ചെങ്കിലും അവളോടൊപ്പം സമയം ചിലവഴിക്കാൻ നോക്കിക്കൂടെ കണ്ണാ നിനക്ക്? ചുമ്മാ മോൾ എന്തു വിചാരിക്കും? അടുത്ത് കിട്ടിയപ്പോൾ മായ അവനെ മെല്ലെ ശകാരിച്ചു. ആ ബെസ്റ്റ്. മായമ്മയ്ക്ക് മായമ്മേനെ ചുമ്മൂനെ അറിയാഞ്ഞിട്ടാണോ ഈ ചോദ്യം? അവനൊന്ന് നിസ്സാരമായി ചിരിച്ചു. എങ്കിലും മകൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന പ്രണയത്തെ അവൻ്റെ കണ്ണുകളിൽ മായ്ക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് വാ കണ്ണ, എല്ലാവരും ഇവിടെ കൂടുന്ന സമയമല്ലേ? അവർ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാൻ വരാം അമ്മേ. അവൻ ഉറപ്പു നൽകിയപ്പോൾ മായയുടെ മുഖവും വിടർന്നു. അല്ല, ചുമ്മും പങ്കും എവിടെ? ഇതുവരെ എണീറ്റില്ലേ? ഇരുവരെയും കഴിക്കുന്ന സമയമായിട്ടും കാണാഞ്ഞത് കൊണ്ടാവാം അവൻ കണ്ണുകൾ കൊണ്ട് അവണമാകെ പരതിയത്. രാവിലെ അമ്പലത്തിൽ പോവുകയാണെന്നും പറഞ്ഞ് പോയതാ, ഇപ്പോൾ വരുമായിരിക്കും. മായ പുഞ്ചിരിയോടെ പറഞ്ഞു. കണ്ണനൊന്ന് മൂളിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അതേസമയം ക്ഷേത്ര ദർശനവും കഴിഞ്ഞിട്ട് ചുമ്മൂനെയും കൊണ്ട് ടൗണിലേക്കുള്ള യാത്രയിലായിരുന്നു പങ്കു. എടാ, ഇപ്പോഴാണേലും പറ, നമ്മൾ എങ്ങോട്ടാന്ന്?
ബൈക്കിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് അവൾ കൗതുകത്തോടെ ചോദിച്ചു. ചെല്ലുമ്പോൾ കാണാമല്ലോ, പിന്നെന്താ? ചെക്കനൊന്നും വിട്ടു പറയാൻ തയ്യാറായില്ല. അധികം താമസിക്കാതെ അവൻ്റെ ബുള്ളറ്റ് സാമാന്യം വലിപ്പമുള്ള ഒരു ജ്വല്ലറിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. ഇറങ്ങ്, അവൻ പിന്നിലിരിക്കുന്നവളോട് നിർദ്ദേശിച്ചു. ചുമ്മാ ഇറങ്ങിയതും അതിനു പിന്നിലായി പങ്കുവും വണ്ടും ഓഫ് ചെയ്ത് ഇറങ്ങിയിരുന്നു. വാ. അവളുടെ കൈയും പിടിച്ച് ചെക്കൻ അകത്തേക്ക് നടന്നു. ഗോൾഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയായിരുന്നോ നീ ഇത്ര ആറ്റിറ്റ്യൂഡ് ഇട്ടത്? എൻ്റെ പങ്കു, ഈ ഗോൾഡിനോടൊന്നും എനിക്ക് വലിയ ക്രേസ് ഇല്ലെന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ? അവനോടൊപ്പം ജ്വല്ലറിയിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ മുഖം ഒരു കൊട്ട പോലെ വീർത്തിരുന്നു. മിണ്ടാതെ വാടി. വലിയ ഗൗരവത്തോടെ അകത്തേക്ക് നടക്കുന്നതിൻ്റെ പിന്നാലെ അവളും നടന്നു. ഇരിക്ക്. അകത്തെ വിസിറ്റിംഗ് ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സോഫ സെറ്റിയിലേക്ക് അവനെ പിടിച്ചിരുത്തി ചെക്കൻ. എന്തിന്? സ്വർണം വാങ്ങിക്കാൻ വന്നവൻ തന്നെ എന്തിനിവിടെ പിടിച്ചിരുത്തണം എന്നുള്ള ചിന്തയിലായിരുന്നു പെണ്ണപ്പോൾ. അവൻ ആ ഷോപ്പിൻ്റെ കൗണ്ടറിലേക്ക് ചെല്ലുന്നതും അവിടെ നിന്നിരുന്ന സെയിൽസ് ബോയിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും ചുമ്മാ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു. വേദ പൊടുന്നന്നെ തൻ്റെ അടുത്ത് ആരോ വന്ന് നിൽക്കുന്നെന്ന് തോന്നിയപ്പോഴാണ് ചുമ്മാ തലചെരിച്ച് നോക്കിയത്. പക്ഷെ മുൻപിൽ നിൽക്കുന്നവളെ കണ്ടതും അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങിപ്പോയി. കാണാൻ കൊതിച്ചവളെ കൺമുൻപിൽ കണ്ടതിൻ്റെ പകപ്പുണ്ടായെങ്കിലും ഹൃദയ ഉച്ചത്തിൽ തൊടികൊട്ടുന്നത് അവൾക്കറിയുവാൻ കഴിഞ്ഞു. സഹർ, നീ ഇവിടെ? വെള്ളാരം കണ്ണുകളിൽ നക്ഷത്ര കുഞ്ഞുങ്ങളെ വിരിയിച്ച് തൻ്റെ മുൻപിൽ വന്ന് മനോഹരമായി ചിരിക്കുന്ന തട്ടമിട്ട സുന്ദരിയായ ഉമ്മച്ചിക്കുട്ടിയെ നോക്കി സ്വയം അറിയാതെ ചുമ്മാ എഴുന്നേറ്റ് നിന്നുപോയി. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, പങ്കുവിൻ്റെ ഗിഫ്റ്റ് എന്തായിരിക്കും? എനി ഗസ്? അപ്പോൾ അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടോ കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ ഓടി വരാവേ.